സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെയധികം നമുക്ക് പഠിക്കാൻ വളരെ താല്പര്യം തോന്നുന്ന ഒരു വിഷയമുള്ള ഒരു സംഭവമാണ്. കാരണം ഇത് പഠിക്കും തോറും ഇത് വളരെയധികം രസകരമാണ്. ഈ ജിയോ പൊളിറ്റിക്സിന്റെ പ്രാധാന്യം വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഉപരോധം നേരിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വേറെ ഏതെങ്കിലും രാജ്യം എന്റെ രാജ്യത്തൂടെ നിന്റെ വിമാനം പറക്കരുത്, നിന്റെ റെയിൽവേ ലൈൻ പോകരുത്, നിന്റെ കപ്പൽ ഇവിടെ അടുക്കരുത് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വേറൊരു രാജ്യത്തൂടെ വഴി വെട്ടി തുറന്ന് നമ്മുടെ രാജ്യത്തേക്കുള്ള ചരക്ക് നീക്കങ്ങളും ഇനിയിപ്പോ സൈനിക നീക്കം എന്തെങ്കിലും വേറെ രാജ്യത്തൂടെ വേണമെങ്കിൽ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. ബംഗ്ലാദേശ് ആയിരുന്നാലും പാകിസ്ഥാൻ ആയിരുന്നാലും മുകളിലുള്ള മറ്റ് രാജ്യങ്ങളായിരുന്നാലും എല്ലാം നമുക്ക് ശത്രുക്കളാണ്. താഴെയാണെങ്കിൽ അഗാധമായിട്ടുള്ള കടലാണ്. ഇന്ത്യ ഒരു പെനിൻസുലർ റീജിയൻ ആണല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പോർട്ടുകൾ ഒരുപാട് ഈ കടലിലാണ് നമ്മുടെ പകുതി രാജ്യവും ഇറങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് ഈ പോർട്ടുകൾ കൂടുതൽ നമ്മുടെ രാജ്യം എടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് സിറ്റ്വേ തുറമുഖമുണ്ട്, നമുക്ക് അപ്പുറത്ത് ചബഹർ തുറമുഖമുണ്ട്, അതിന്റെ വടഗാസ്കറിൽ ഒരു തുറമുഖം എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ആൻഡമാൻ നിക്കോബാറിൽ താഴെ ഒരു തുറമുഖം പണിയുന്നുണ്ട്, ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുണ്ട്, ലക്ഷദ്വീപിലുണ്ട് പോർട്ട്. ഇപ്പുറത്ത് വേറെ കോക്കോ ദ്വീപുകളിൽ, മ്യാൻമറിന്റെ കോക്കോ ദ്വീപ്, അതിനെക്കുറിച്ചൊരു വാർത്ത ചെയ്തപ്പോൾ അതിന്റെ താഴെ കുറച്ച് പേര് കമന്റ് അടിച്ചത്, ഇത് നെഹ്റു ആണ് കേട്ടോ ഈ കോക്കോ ദ്വീപ് മ്യാൻമറിന് കൊടുത്തത്, അവിടെ ഒന്നുമില്ല തരിശു ഭൂമി എന്ന് പറഞ്ഞ് അതെടുത്ത് കൊടുക്കുകയാണ് കേട്ടത്. നമ്മുടെ അക്സൈറ്റിന്റെ അടുത്ത് കൊടുത്തില്ലേ, അവിടെയും ഒന്നുമില്ല തരിശു ഭൂമി എന്ന് പറഞ്ഞ് എടുത്ത് കൊടുത്തതുപോലെ ഇത് മ്യാൻമറിന് കൊടുത്തതെന്ന് പറഞ്ഞ് എനിക്കറിയില്ല. അത് അങ്ങനെ കുറെ പ്രേക്ഷകരൊന്ന് കമന്റ് അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ചിരി വന്നു. അപ്പൊ അവിടെ ഒരു ദ്വീപ് പണിയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ അമേരിക്ക നമുക്ക് ചബഹർ തുറമുഖത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക ചബഹർ തുറമുഖത്തിന് ഉപരോധം ഏർപ്പെടുത്തി. അത് നമ്മൾ 10 കൊല്ലോ 20 കൊല്ലോ എന്നാണ് ആ തുറമുഖം പാട്ടത്തിന് എടുത്തിരിക്കുന്നത്. ഇപ്പോ ഈ ചരക്ക് പാശ്ചാത്യ ലോക രാജ്യങ്ങളുടെ ഉപരോധത്തെ മറികടക്കാനുള്ള പുതിയ പദ്ധതി, ഇന്ത്യയും അതിൽ പങ്കാളിയാണ്. പുതിയ പദ്ധതിയുമായിട്ട് ഇറാനും റഷ്യയും രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇറാന്റെ കയ്യിൽ നിന്നും റഷ്യയുടെ കയ്യിൽ നിന്നും രണ്ടുപേരുടെ കയ്യിൽ നിന്നും നമ്മൾ എണ്ണ മേടിക്കുന്നുണ്ട്. റഷ്യയുടെ കയ്യിൽ നിന്ന് 70% എണ്ണ മേടിക്കുന്നുണ്ടെങ്കിൽ ഇറാന്റെ കയ്യിൽ നിന്ന് തുച്ഛമായ രീതിയിൽ എണ്ണ നമ്മൾ മേടിക്കുന്നുണ്ട്. രണ്ടുപേരും അമേരിക്കയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പൊ ആഗോള വ്യാപാരത്തെ എന്നേക്കുമായി പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു റെയിൽവേ ലൈൻ, ഇതാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കലി അവർക്ക് നിലവിൽ സാധ്യമാക്കാൻ അവരൊരുങ്ങുന്ന ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. 162 കിലോമീറ്റർ ഉള്ള ഒരു റെയിൽവേ ലൈൻ പദ്ധതിക്കാണ് ഇവർ രൂപം നൽകുന്നത്. ഈ റെയിൽവേ ലൈൻ പദ്ധതിക്ക് അവർ രൂപം നൽകുന്നുണ്ടെങ്കിലും ഇത് മുംബൈ വരെ നമുക്ക് ഗുണമുള്ള കാര്യം. അതായത് മുംബൈ വരെ ഇത് നമുക്ക് കൊണ്ടുവന്ന് ബന്ധിപ്പിക്കാൻ പറ്റും. റെയിൽവേ ലൈൻ അല്ല, ചബഹർ തുറമുഖം വരെ റെയിൽവേ വരും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് പോർട്ട് വഴി കൊണ്ടുവന്ന് ബന്ധിപ്പിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. റഷ്യ, അസർബൈജാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലെ നിലവിലുള്ള റെയിൽവേകളെ ബന്ധിപ്പിക്കുന്ന ഗതാഗത ഇടനാഴി അസ്താര റഷ്ത് കാസ്പിൻ റെയിൽവേ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് സെയിന്റ് പീറ്റേഴ്സ് നിന്ന് മോസ്കോ, അവിടെ നിന്ന് സറട്ടോവ്, അവിടെ നിന്ന് വോൾഗോഗ്രാഡ്, അവിടെ നിന്ന് അസ്റ്റാറ ഖാൻ, ഇസ്ഫഹാൻ, ബന്ദർ അബ്ബാസ്, ചബഹർ വരെ വരും. അവിടെ നേരെ നമ്മൾ കപ്പലിൽ ഇങ്ങോട്ട് വരും. അപ്പൊ ഈ തുറമുഖം വരുമ്പോൾ, തുറമുഖം ഈ റെയിൽവേ ലൈൻ വരുമ്പോൾ എന്താണ് ലോകരാജ്യങ്ങളിൽ ഇവർ പറയുന്നത്? ഒരു പുതിയ ഒരു ഇത് പുനർനിർമ്മിക്കാൻ കഴിയും. പുതിയൊരു ജിയോ പൊളിറ്റിക്കലി പുതിയൊരു സംഭവം സാധ്യമാകും ഈ എണ്ണ കച്ചവടത്തിലും മറ്റു കാര്യങ്ങളിലും. പിന്നെ അവിടെ നിന്ന് ഇന്ത്യക്ക് ഇത് ഏത് രീതിയിലാണ് ഗുണകരമാകുന്നത്? പിന്നെ ഇത് വരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് ശ്രദ്ധിക്കുമല്ലോ. അത് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഒരു ടേക്ക് ഇതിൽ എങ്ങനെയായിരിക്കും? ഇതൊരു വലിയ വാർത്തയാണ്. വലിയ വാർത്ത എന്ന് വെച്ചാൽ വലിയ വാർത്ത തന്നെയാണ്. കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. നമ്മളുടെ സ്ഥലം, നമ്മുടെ വീടിന്റെ തൊട്ട് അയൽവക്കത്തുകാരന്മാര് പറയുന്നു, നീ ഇതുവഴി പോകാൻ പറ്റില്ല നാളെ മുതൽ എന്ന് പറയുന്നു. സ്വാഭാവികമായി നമുക്കൊരു റൂട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതുവഴി പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വേറൊരു വഴി കണ്ടുപിടിക്കണമല്ലോ. കാരണം നമുക്ക് പുറത്തോട്ട് പോയേ പറ്റൂ. കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ വളഞ്ഞു ചുറ്റിയിട്ടാണെങ്കിൽ ഒരു വഴി കണ്ടുപിടിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ റഷ്യയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന നമ്മുടെ ചരക്കുകൾ എത്രത്തോളം വൈകിയാണ് ഇവിടെ എത്തുന്നതെന്നും എത്രത്തോളം വളഞ്ഞാണ് ഇവിടെ എത്തുന്നതെന്നും ഒക്കെ ഉള്ളത് നമ്മൾ പലവട്ടം ഈ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ധനുഷിന് ഓർമ്മയുണ്ടാകും. ധനുഷ് തന്നെയാണ് ആ പോർട്ടുകളുടെയൊക്കെ പേര് ഇവിടെ പലവട്ടം പറഞ്ഞത്. ചെന്നൈയിലുള്ള വ്ളാഡിമിർസ്കോയുടെ ഒക്കെ കാര്യങ്ങൾ പറയാറുണ്ട്, ചെന്നൈയുമായി കണക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ നീക്കം ഇപ്പോൾ നടന്നു വരുന്നു. അതായത് പ്രഖ്യാപനമല്ലത്, ഇത് നടന്നു വരുന്നൊരു വർക്കാണ്. റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് ഒരു 162 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു പാത, അതായത് നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിനും സൂയസ് കനാൽ റൂട്ടിനും ബദലായിക്കൊണ്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സൂയസ് കനാൽ റൂട്ട് വഴിയാണെങ്കിലും ഇല്ലെങ്കിൽ ഈ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC വഴിയാണെങ്കിലും വരുന്നത് 37 ദിവസം എടുക്കും റഷ്യയിൽ നിന്നും മറ്റും ചരക്കെത്താനായിട്ട്. ഇത് 19 ദിവസം കൊണ്ടെത്തും.
അതായത് ചെലവ് ഏതാണ്ട് 30-40% കുറയും. അതായത് ഇപ്പോൾ 100 രൂപയ്ക്ക് നമ്മൾ ചരക്ക് എത്തിച്ചുകൊണ്ടിരുന്നിടത്തു നിന്ന് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് ഒരു 30-40 രൂപ കുറയും. അതായത് 60 രൂപയ്ക്ക് നമുക്ക് ചരക്ക് എത്തിക്കാൻ കഴിയും. ഒന്ന്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഉപരോധങ്ങൾക്ക് തടയാൻ കഴിയില്ല. ഇത് കരമാർഗം ഉള്ള, ട്രെയിൻ മാർഗമുള്ള ഒന്നാണിത്. ഇത് ഉപരോധങ്ങൾക്ക് തടയാൻ കഴിയില്ല, ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം റഷ്യക്കും ഇറാനെ സംബന്ധിച്ച് അവർക്ക് അതിജീവിച്ചേ പറ്റൂ, അല്ലാതെ എന്നും പോയിട്ട് ട്രംപിനെ കണ്ടുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല അവർക്ക്. അപ്പം അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഷിപ്പൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയും, ഷിപ്പിംഗ് കമ്പനികൾക്കും മറ്റുമൊക്കെ. ഇത് പക്ഷെ നടക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുവഴി എണ്ണ, വാതകം, വസ്ത്രം, കൽക്കരി, മിനറൽസ്, ഇതിനകത്ത് എടുത്തു പറയുന്ന 2 കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഓയിൽ സുഹൃത്ത് ചൈനയാണ്, പിന്നെ ഇന്ത്യയെ വാങ്ങുന്നുണ്ട്, പിന്നെ മറ്റു ചില രാജ്യങ്ങളും വാങ്ങുന്നു. പക്ഷെ ഇന്ത്യ ഞങ്ങളുടെ മറ്റൊരു വലിയ സുഹൃത്താകാൻ പോകുന്നു. ഞങ്ങളുടെ വാതകത്തിന്റെ ഒരു വലിയ 1-ാം നമ്പർ സുഹൃത്ത് ചൈന ഞങ്ങളുടെ ഓയിലിൽ 1-ാം നമ്പർ ആണെങ്കിൽ വാതകത്തിൽ ഞങ്ങളുടെ 1-ാം നമ്പറായിട്ട് പിന്നെ ഈ പറയുന്ന ഇന്ത്യ വരുന്നു. നിലവിൽ 3 ലക്ഷം ടണ്ണാണ് നമ്മൾ അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അത് കൂട്ടുകയാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന്. ഒപ്പം തന്നെ മിനറൽസും മറ്റു ധാതുക്കളും നമ്മൾ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇവിടെയാണ് ഈ ചബാർ തുറമുഖത്തിന്റെ ഇമ്പോർട്ടന്റ്. നരേന്ദ്രമോദി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ആരംഭിച്ച ഒരു തുറമുഖമായിരുന്നു ഈ ചബാർ തുറമുഖം. 10 വർഷത്തേക്കാണ് നമ്മൾ അതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ട്രംപ് അതിനിപ്പോൾ ഇളവ് വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇന്ന് രാവിലെ ഏതൊരു ന്യൂസ് കണ്ടു, അതിന് ഇളവ് വരുത്തിയിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അതായത് അടുത്ത വർഷം ആദ്യത്തോട് വരെയുള്ള ഒരു ചെറിയ ഇളവ് നൽകിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം നമ്മൾ അതിലെന്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഉള്ള കാലം നമ്മുടെ കിട്ടില്ല. ആ തുറമുഖം ഇത്ര വർഷം കഴിയുമ്പോൾ അവർക്ക് കൊടുക്കണം, സ്വാഭാവികമായിട്ട് ഇറാൻ കൊടുക്കണം. അപ്പൊ അവിടം വരെ ഈ ചരക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായി ചോദിക്കുമല്ലോ, അവിടെയും ഈ ഷിപ്പിംഗ് കമ്പനികൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മറ്റ് കനാലുകൾ, ഇപ്പൊ സൂയസ് കനാലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറോ സമീപിക്കാതെ തന്നെ നമുക്ക് ഇവിടുന്ന് എത്തിക്കാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തേത്, നമ്മുടെ മറ്റൊരു വലിയ പ്ലാൻ ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ ഇത് ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ ഇപ്പൊ ഇത്രയും ടൈപ്പ് ആയതിന്റെ പ്രധാന കാരണം വെച്ചാൽ ഈ ചബാർ തുറമുഖം കൊണ്ട് നേട്ടം ഇറാന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, അഫ്ഗാനിസ്ഥാന് വലിയൊരു നേട്ടമുണ്ട്. അവരുടെ അഭിമാന പോരാട്ടമാണ്. അതാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞത്, നിങ്ങൾ അവിടെ പണിയൂ, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ നൽകാം, ഞങ്ങളുടെ ജീവൻ കൊടുത്തും അത് നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ നിന്നത്, അതിന് സുരക്ഷ ഞങ്ങൾ ഒരുക്കും എന്ന് അവർ പറയാനുള്ള കാരണം. അതുവഴി നമ്മളൊരു റോഡ് റെയിൽ, ഇതൊക്കെ ഞാൻ ഈ റോഡ് റെയിൽ എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്, ഇതിലേക്ക് എന്ന് പണിത് വരാനാണെന്ന്. പണിത് വരികയല്ല ചെയ്യുന്നത്. ഉള്ള റോഡുകളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പാതകൾ ഉണ്ടാക്കുന്നത്. അതല്ലാതെ നമ്മുടെ NH-66 പണി പോലെ വെട്ടിക്കുഴിച്ച് മണ്ണൊക്കെ ഇട്ട് വെക്കേണ്ട കാര്യങ്ങളില്ല. ഇതെല്ലാം കണക്ട് ചെയ്താണ് പോകുന്നത്. ഈ റെയിൽവേ പിന്നെ ഇവരുടെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും ടാറൊക്കെ ചെയ്ത് വലിയ റോഡാണെന്ന്. റോഡ് മാത്രമല്ല, അവർക്ക് റെയിലും ആ പദ്ധതി ഉണ്ട്. ഓൾറെഡി ഇപ്പൊ അതിലത്തെ അവർ സർവീസും തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. റെയിലും എല്ലാം കൂടെ. നമ്മുടെ ഒരു കോറിഡോറിൽ നമ്മൾ ഷിപ്പ് വരെ ഉണ്ട്. ഇത് 3ഉം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് കോറിഡോർ എപ്പോഴും സാധ്യമാക്കുന്നത്. അപ്പം ഇത് നമ്മൾ അതിന്റെ വർക്കുകളും മറ്റുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ഈ റോഡുകളെ സംബന്ധിച്ച് അത് പോകുന്നത് റഷ്യ വരെ എത്തും. താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ കയറി റഷ്യ വരെ എത്തും. അപ്പോൾ അവിടെ നിന്നും നമുക്ക് എത്തിക്കാൻ കഴിയും. ഇനി ഒരു നിർണായക നീക്കമുണ്ട്. അതായത് ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉപരോധങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല. ഇതിനു വേണ്ടിയിട്ട് ചെലവാകുന്ന തുക എന്ന് പറയുന്നത് 1.6 ബില്യൺ യൂറോയാണ്. ഈ പണത്തിന്റെ ഭൂരിപക്ഷവും മുടക്കുന്നത് റഷ്യയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ റഷ്യ ആയിരിക്കില്ല ഇതിന് പണം മുടക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ പണം മുടക്കാൻ തയ്യാറാകും. കാരണം ഇതിൽ ഗൾഫ് രാജ്യങ്ങൾക്കും വലിയ ഗുണം ഇതിൽ ലഭിക്കും, UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക്. കാരണം ഈ ഒരു റെയിൽ പദ്ധതി വന്നാൽ അവർക്കും കുറഞ്ഞ ചെലവിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയും, അവർക്ക് കയറ്റിവിടാനും കഴിയും. ഈ രാജ്യങ്ങൾക്കെല്ലാം കഴിയും. ഈ ഒരു കോറിഡോറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഷാങ്ഹായ് ഓർഗനൈസേഷൻ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നരേന്ദ്രമോദി ചൈനയെ പോയത് ഷാങ്ഹായ് എത്തിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ബ്രിക്സും എത്തിയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇനി മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കനമാർഗം നടക്കും. ഇതിനകത്ത് ആകെ ഒരു ചെറിയ പ്രശ്നം ഇന്ത്യക്ക് അവശേഷിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ വഴി കയറി മാത്രമേ ഈ റെയിൽ ഇന്ത്യ മുട്ടൂ. പക്ഷെ ഈ റെയിൽ അവിടെ കയറാതെ തന്നെ മുട്ടാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് കാരക്കോറ ഹൈവേ ഉണ്ട്, ചൈനയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി. അത് കടന്നു പോകുന്നത് ഈ വഴിയാണ്. ഇതിലെ കൊണ്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ എളുപ്പമാണ് ഈ റെയിലിന്, അത് ഈസിയാ. അപ്പം നമ്മുടെ POKയുടെ ബോർഡർ വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും. പക്ഷെ അപ്പൊ POK നമ്മുടെ കയ്യിലേക്ക് എത്തണം. അപ്പൊ അതിനുള്ള പണി നമ്മൾ ആദ്യം ഒപ്പിക്കണ്ടേ. POK നമ്മുടെ കയ്യിലോട്ട് വന്നാലേ POKയുടെ വഴി കടന്നു പോകുന്ന, അതിന്റെ ആ സൈഡ് വഴി കടന്നു പോകുന്ന ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പൊ അതായിരിക്കാം ഒരുപക്ഷെ ഇനി നടക്കാൻ പോകുന്നു. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇപ്പൊ ചൈനയും എല്ലാം സംയുക്തമായിട്ട് നീക്കുന്ന ഇതായിരിക്കും. കാരണം എല്ലാ രാജ്യങ്ങൾക്കും നന്നായി അറിയാം ഇപ്പോൾ ഈ അമേരിക്ക ഇങ്ങനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നാളെ അവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നിപ്പോ ട്രംപ് പുതിയൊരു ഉത്തരവ് ഇപ്പൊ അമേരിക്കയിൽ നടത്തിയിരിക്കുന്നത് അവരുടെ യുദ്ധ വകുപ്പുണ്ടല്ലോ, പുതിയത് ട്രംപ് കയറിയതിനു ശേഷം അമേരിക്കയിൽ യുദ്ധ വകുപ്പ് എന്ന് പറഞ്ഞ ഒരു വകുപ്പ്, അതിന്റെ പേര് യുദ്ധ വകുപ്പ് എന്നാക്കി. പണ്ട് അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയിൽ യുദ്ധ വകുപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നെ മാറ്റി ഡിഫൻസ് മിനിസ്ട്രി ഒക്കെ ആയി, അതങ്ങനെ മാറി. അപ്പൊ അതിനിപ്പോ വീണ്ടും ആ പഴയ പേര് തന്നെ കൊടുത്തിരിക്കും, യുദ്ധ വകുപ്പ്. അതെന്തോ അറം പറ്റിയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു ആണവ പരീക്ഷണം ഉടൻ ആരംഭിക്കണം, പുതിയ ആണവ മിസൈലിന്റെ ഒക്കെ ഇത്. കാരണം റഷ്യ ഇന്നലെ വലിയൊരു ആണവ പരീക്ഷണം നടത്തി. അവര് അന്തർവാഹിനിയിൽ, അതായത് കടലിനിടയിൽ ആണവ ഡ്രോണുകൾ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ലോകം മുഴുവൻ തകർക്കാൻ കഴിയുന്ന, അവരുടെ എതിരാളികളെ തകർക്കാൻ കഴിയുന്ന സാധനം ആണവ ഡ്രോണുകൾ. അതായത് ആണവ ഒരു മിസൈലിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷണം നടത്തിയതേ ഉള്ളൂ ഒരാഴ്ചക്ക് മുമ്പ്. ഇപ്പൊ കടലിനടിയിലുള്ള ആണവ ഡ്രോണുകളാണ് അവരിപ്പോ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഉറപ്പിച്ച് പറയുന്നു ഇത് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കും. ഈ യൂറോപ്യൻസിനെ അമേരിക്ക പതുക്കെ റഷ്യ ഇതിലേക്ക് വലിച്ച് ഇടുക തന്നെ ചെയ്യും. കാരണം റഷ്യക്ക് ഇനിയിപ്പോ വേണ്ടത് പെട്ടെന്നുള്ളൊരു റീസൺ മാത്രമാണ് ഇത് മറ്റിടത്തേക്ക് വ്യാപിപ്പിക്കാൻ. കാരണം ഉക്രൈനോട് അടിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്നുള്ള റീസൺ. അത് ഒരുപക്ഷെ അമേരിക്ക കൊടുക്കുന്ന മിസൈലാകാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകോപനം, അതായത് നേരിയ തീപ്പൊരി മതി, ഇത് വരും. കാരണം റഷ്യയെ സംബന്ധിച്ച് ഇവരെ കൂടെ വലിച്ചിട്ടാൽ മാത്രമേ ഈ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാകുകയുള്ളൂ. ഇവരെ കൂടെ ഇട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും പണത്തിന് ഞെരുക്കം വരുമല്ലോ. ഞെരുക്കം വരുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിക്കുമല്ലോ, ഇതൊക്കെ എങ്ങനെയൊക്കെ തീർക്കണമെന്ന് എല്ലാവർക്കും ഒരു തോന്നൽ വരുമല്ലോ. അത് പക്ഷെ അവിടെ ഇതിനകത്ത് ഏറ്റവും ഈ വാർത്തയുടെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമേരിക്ക ഭയന്നത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം അമേരിക്ക അവരുടെ ഒരു വ്യാപാര കരാറും കാര്യങ്ങളും അല്ലെങ്കിൽ വ്യാപാര ട്രേഡിങ്ങിന്റെ ഒക്കെ ഒരു കുത്തക ഉണ്ടായിരുന്നെങ്കിൽ ആ കുത്തകയ്ക്ക് ഭംഗം വരുത്തത്തക്ക രീതിയിൽ കുറഞ്ഞപക്ഷം ഏഷ്യയിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധനം കൈമാറ്റം ചെയ്യാൻ ഉപരോധങ്ങളെ പോലും മറികടക്കാൻ കഴിയുന്ന കരമാർഗമുള്ള റൂട്ടുകൾ ഇപ്പോൾ തുറന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാർത്ത. കാരണം ഈ റെയിൽ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉപരോധം കാര്യങ്ങളും ഒന്നും എഫക്ട് ചെയ്യുന്നതേ ഇല്ല. അത് നാളെ എന്ത് സംഭവിച്ചാലും അതിന് എഫക്ട് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഈ ബ്രിക്സിന്റെ നാണയവും എല്ലാം കൂടി കരുത്തായി വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു, ഇന്ത്യ മറ്റു രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളുമായി നടത്തുന്ന ട്രേഡിങ്ങിലെല്ലാം രൂപയിൽ വേണം എന്ന് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ അവരവരുടെ പൈസ മുടക്കി അവരവരുടെ സ്ഥലത്തുകൂടി ഈ സാധനം കുറഞ്ഞ ചെലവിൽ ഇറക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ വാർത്ത തന്നെയാണിത്. കാരണം ഇതിന്റെ ഒരു വലിയ ഒരു റൂട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ വർക്ക് നേരത്തെ തുടങ്ങിയിരുന്നതാണ്. ഇതിന്റെ റഷ്യൻ എഞ്ചിനീയേഴ്സ് ആണ് ഇതിന്റെ വർക്ക് നടത്തുന്നത്. അവർ നേരത്തെ തന്നെ വർക്ക് തുടങ്ങിയിരുന്നതാണ്. ഇപ്പോഴാണ് അതിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. ഇതിപ്പം അമേരിക്കയ്ക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണിത്. പക്ഷെ ഒരു അപ്രതീക്ഷിത നീക്കം എന്ന് തന്നെ പറയാം. പക്ഷെ ഇത് ഇത്ര പെട്ടെന്നൊക്കെ ഒരു ചൂടായി വരുമോ എന്നറിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചബ്ബാർ തുറമുഖത്തിനൊക്കെ നമുക്ക് ഉപരോധം തന്നത്. കാരണം നമ്മളെ തണുപ്പിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഇത് 10 കൊല്ലം മുമ്പേ കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടെ ചബ്ബാർ തുറമുഖം പണിതത്. കാരണം ഇത് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ പ്ലാൻ അവിടെയുമല്ല തീരുന്നില്ല. ചബ്ബാർ തുറമുഖം കൊണ്ട് നമ്മുടെ പ്ലാൻ തീരുന്നില്ല. നമ്മൾ അഫ്ഗാനിസ്ഥാൻ വഴിയാണ് ഒരു റൂട്ട് നമ്മൾ നോക്കുന്നു. നമ്മളുടെ മൈൻഡിൽ മുഴുവനുള്ളത് ഈ ഖൈബർ കോറിഡോറാണ്. അതായത് POKയിലുള്ള ഖൈബർ കോറിഡോർ. അത് വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ആ ഒരു ബോർഡറിൽ ഉള്ള ആ ഒരു ഹിന്ദുക്കുഷ് പർവ്വത നിരകളിലൂടെയുള്ള ആ ഒരു കോറിഡോർ പഴയ കാലത്ത് 64 വരെ നമ്മൾ അതുവഴി കച്ചവടം ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അത് വീണ്ടും സജീവമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ ഏതായാലും ഒരു നിർണായകമായ ജിയോ പൊളിറ്റിക്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് എങ്ങും തീരില്ല. പക്ഷെ ജിയോ പൊളിറ്റിക്സ് വളരെ വേഗം മാറുകയാണ്. അനുദിനം മാറുന്നു എന്ന് മാത്രമല്ല, ഒരു ഏകീകൃത സ്വഭാവമുണ്ട്. ഷീ ജിൻപിങ്ങിനെ നിന്ന് ട്രംപ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വലിയ ആശാവഹമായ കാര്യങ്ങളൊന്നും സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല. ഏതായാലും ടാക്സ് എങ്ങാണ്ട് ഇപ്പോൾ 47% കുറയ്ക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. നല്ല കാര്യമാണ്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം പോകുമെന്നറിയില്ല. എന്തായാലും ഇന്ത്യയുടെ താരിഫ് കുറയാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയുമായിട്ടും ചൈനയായിട്ടും ചില കാര്യങ്ങളിലെങ്കിലും ട്രേഡിംഗ് കരാർ ഒപ്പിട്ടേ പറ്റും. ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ എന്തായാലും ഇവരാരും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനോഭാവത്തിലല്ല നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ കൊട്ടിക്കൊഴിച്ചു ഇന്ത്യ ഓയിൽ വാങ്ങുന്നത് നിർത്തിയിട്ടില്ല. അത് മറ്റൊരു കാര്യം. പക്ഷെ ഇതിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. കാരണം അവർക്കത് കൊണ്ടുവരുന്നതിന്റെ മറ്റുമൊക്കെ. കാരണം ഈ പ്രൈവറ്റ് കമ്പനികൾ അടക്കമുള്ളവരുടെ ഷിപ്പ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഷിപ്പ് ഈ എണ്ണ ഇവിടെ എത്തിക്കുന്നത്. വാടകയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടി പെട്രോൾ ഒക്കെ കൊണ്ടുവരുന്ന ടാങ്കർ ലോറികളുടെ ഉടമസ്ഥരെ കണക്കാണ് ഈ ഷിപ്പിംഗ് കമ്പനികൾ. കാരണം അവരെ സംബന്ധിച്ച് ഉപരോധമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി ചരക്കെടുക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ പറ്റില്ല. കാരണം ആ ഷിപ്പ് മേടിച്ചിട്ടിരിക്കുന്ന ലാഭമാണല്ലോ. നമ്മുടെ രാജ്യത്തിന് നിലവിൽ 6 ടാങ്കറുകൾ മാത്രമേ ഉള്ളൂ. അത് ഓടിയതുകൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങളുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ അതിനകത്ത് വലിയ പ്രാധാന്യമില്ല എന്നാണ്. പണ്ടും റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലല്ലായിരുന്നു അമേരിക്കയുടെ വിരോധം. നമ്മൾ ഈ പറയുന്ന
പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണവും പിന്നെ ട്രംപിനെ നമ്മൾ ഒരു വില കൊടുത്തില്ല, അദ്ദേഹം ഇടനില നിന്നില്ല എന്ന് പറഞ്ഞതും പരസ്യമായി അവഹേളിച്ചതുമൊക്കെയാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യം. അല്ലാതെ ഇപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നില്ല. ഇന്നലെ ജപ്പാനിൽ ചെന്നിട്ട് ട്രംപ് പറഞ്ഞു നിങ്ങൾ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന്. ജപ്പാൻ പറഞ്ഞു നടക്കത്തില്ല, റഷ്യയുടെ നിന്ന് ഞങ്ങൾ ഊർജ്ജം വാങ്ങുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്, അവരാരും ഇത് ഉപേക്ഷിച്ചിട്ടില്ല. ഇതെല്ലാവരും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവരാരും ഉപേക്ഷിക്കുന്നില്ല, നമ്മളോട് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന്. അപ്പൊ നമ്മൾ എണ്ണ വാങ്ങുന്നില്ലല്ല പുള്ളിയുടെ പ്രശ്നം. നമ്മൾ ഈ എവിടെയാണ് കിരാനാക്കുന്നിൽ അടിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഏതായാലും അതിന്റെ ഒരു കലിപ്പുണ്ട് ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുള്ളി അംഗീകരിക്കുന്നില്ല. പുള്ളി യുദ്ധം നിർത്തിയ കഥയുടെ ആ കഥ നമ്മൾ അംഗീകരിക്കുന്നേ ഇല്ല. മൂന്നാമത്തെ കാര്യം വെച്ചാൽ പുള്ളി എന്ത് തിട്ടൂരഭ്യർത്ഥ. ഇപ്പം താരിഫ് പ്രഖ്യാപിച്ചപ്പം മോദി മുട്ടിലിഴഞ്ഞില്ല, ഇല്ലെങ്കിൽ തലയും കുത്തി നിന്നില്ല, നമ്മൾ മൈൻഡ് ചെയ്തില്ല, നമ്മൾ ആ വഴിക്ക് തന്നെ അങ്ങ് പോയി. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പിന്നെ എവിടെങ്കിലും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യണ്ട, കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു നവംബറോട് കൂടി തന്നെ ഇന്ത്യയിലെ ചില കാര്യങ്ങൾക്ക് താരിഫ് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ, IT മേഖലകളിൽ താരിഫ് കുറയ്ക്കും. ഒരുപക്ഷെ 15%-ലേക്കൊക്കെ വരും. എല്ലാ മേഖലയിലും വരില്ല, അത് കുറയാൻ ഒരു ചെറിയ ഒരു വ്യാപാരം, ഫുൾ ഫ്ലെഡ്ജിലുള്ള വ്യാപാര കരാർ ഉണ്ടാകില്ല. ഒരു മീഡിയം ടൈപ്പിലുള്ള ചെറിയ വ്യാപാര കരാർ ഉണ്ടാകാൻ ഒരു സാധ്യതകളാണ് നിലനിൽക്കുന്നത്.